ഹലോ ഗായ്സ്, എല്ലാവർക്കും മല്ലൂസ് കപ്പിളിലേക്ക് സ്വാഗതം. ഞാൻ ജയശ്രീ, ഇതെന്റെ ഹസ്ബൻഡ് സുനിൽ. ഞങ്ങൾ ഇന്നൊരു ചെറിയ ബ്ലോഗുമായിട്ട് ലുലു മാളിലേക്ക് പോവുകയാണ്. നമുക്ക് ബാക്കി അവിടെ വെച്ച് കാണാം. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എസ്കലേറ്റർ കയറാൻ ഭയങ്കര പേടിയാണ്. അതാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. പിന്നെ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, സൂക്ഷിച്ച് നിന്നാമത്തെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എസ്കലേറ്ററിൽ. അങ്ങനെ ഞങ്ങൾ ആദ്യം ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ് കേട്ടോ പോയത്. ലുലു ഫാഷൻ സ്റ്റോറിൽ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പർ ഡ്രസ്സസ് ഡിസ്പ്ലേ ആയിട്ട് വെൽക്കം പോലെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, ക്രോപ്പ് ടോപ്സ്, വെറൈറ്റി ഓഫ് ക്രോപ്പ് ടോപ്സ് അഫോർഡബിൾ റേറ്റിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 599 നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്രോപ്പ് ടോപ്സ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായി കാണാൻ. അതുപോലെ ടീഷർട്ട്സ് 299 ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സൈസിനും 299 ആണ്. അതിനുശേഷം ഞങ്ങളുടെ കുട്ടികളുടെ ലോകമായിട്ടുള്ള ഫണ്ടൂറയിലേക്ക് പോയി. അവിടെ കിഡ്സിൻ്റെ സെക്ഷൻ ആണെങ്കിലും നമുക്ക് മുതിർന്നവർ കാണുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാൾജിയൊക്കെ വരുമല്ലോ. അങ്ങനെ ടോയ് സ്റ്റോറി ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്നത് ഞങ്ങളതൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല, എന്നാലും നോക്കിക്കാനൊരു രസമല്ലേ. അതുപോലെ ഹോഴ്സ് റൈഡിങ്, പിള്ളേർക്കൊക്കെ മൊബൈലിൽ കളിക്കണേലും കൂടുതൽ, അതായത് മൊബൈലിൽ കളിക്കണേലും ലൈവായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കാശിടുന്നതിന് പകരം ഞങ്ങൾ റിങ്ങൊക്കെ എറിഞ്ഞ് കളിച്ചതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. പിന്നെ ഹോഴ്സ് റൈഡിങ് കണ്ടു. പിന്നെ ഗ്രാവിറ്റി കയറാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യവന്മാരുടെ പ്രഹസനങ്ങൾ കണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ആസ്വദിച്ചു. പിന്നെ അത് വെർച്വൽ റിയാലിറ്റി സംതിങ് റിലേറ്റഡ് ഗെയിമാണ് കേട്ടോ അത് കണ്ടു. പിന്നെ ഗൺ ഷൂട്ട് കണ്ടു. അതുപോലെ അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾ കളിക്കുന്ന ഒരുപാട് ഗെയിംസ് നമുക്കിവിടെ ലൈവായിട്ട് കളിക്കുകയും ചെയ്യാം. അതുപോലെ ഫോണിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് കുറയും. വീക്കെൻഡിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരാണെങ്കിൽ പിള്ളേർക്ക് അതൊരു സന്തോഷമല്ലേ. പിന്നെ ഫുഡ് കോർട്ടിലോട്ടും അങ്ങ് പോയില്ല, അതുകൊണ്ട് തന്നെ ഫുഡ് കോർട്ടിലെ കാഴ്ചകൾ ഞങ്ങൾ ദൂരത്ത് നിന്ന് കണ്ട് ആസ്വദിച്ചു. അങ്ങോട്ട് പോയാൽ ശരിയാവില്ല കേട്ടോ, പോക്കറ്റ് കാലിയാവുക തന്നെ ചെയ്യും. പിന്നെ ഞങ്ങൾ അങ്ങനെ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ KFC കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. KFC ചെന്നിട്ട് ഞങ്ങൾ മെനൂസൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ഓർഡർ ചെയ്തു. ഞങ്ങൾ കഴിച്ചു കേട്ടോ. അങ്ങനെ KFC കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഹൈപ്പർ മാർക്കറ്റിൽ ഇതേപോലെ തന്നെ ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ചോക്ലേറ്റ്സ് ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്, കൊതിയുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളതൊന്നും കഴിക്കത്തില്ല. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരോ കോക്കനട്ട് ഓയിൽ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ഫാഷൻ സ്റ്റോറിലോട്ട് പോയി. ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ഏരിയയിലേക്ക് പോയി. പിന്നെ ബോട്ടിൽ ഫുഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.